ഐസർ ബെസ്റ്റ് ഓപ്ഷൻ അല്ലാത്ത കുറെ പേരുണ്ട്. വേൾഡ് ക്ലാസ് സയന്റിസ്റ്റ് ആവാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഐസറിലുണ്ട്. ഐസർ മാത്രമാണ് ഇതിന്റെ ഫുൾ റോളും വഹിച്ചത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഐസേഴ്സിനുള്ള സ്കിൽസ് എന്ന് പറഞ്ഞാൽ വളരെ യുണീക്കാണ്. ഐസർ സ്റ്റുഡൻസിനുള്ള അവർക്ക് റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഉണ്ട്. ഡോണ്ട് ട്രൈ ടു ബിൽഡ് വിറ്റമിൻസ്, ട്രൈ ടു ബിൽഡ് പെയിൻ കില്ലേഴ്സ്. ഫസ്റ്റ് നമ്മളെ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റിസർച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. ഫീഡ്ബാക്ക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താണ്, ആ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഈ ഒരു പ്രോഗ്രാം ലാംഗ്വേജ് അറിയുന്നവർ വളരെ ചുരുക്കമായി. ചില ഐസറുകളിൽ പ്ലേസ്മെന്റ് സെല്ലുകൾ ഉണ്ട്. എന്താ പറയുക, നല്ല ജോബിലേക്ക് പോകാന്ന് പറഞ്ഞ് ഐസറിൽ എത്തിപ്പെട്ടാൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. ഹലോ എവരിവൺ, ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിട്ടുള്ള സയന്റിഫിക് ഇല്ലസ്ട്രേഷനിൽ ഒരു കരിയർ ബിൽഡ് ചെയ്ത റഫീഖ് മാവൂരാണ്. സോ നമുക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാം റഫീഖയെ. റഫീഖ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. റഫീഖ, ഈ ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേഷൻ ചെയ്തതിന് ശേഷം PhD ഒന്നും അല്ലാതെ അല്ലെങ്കിൽ അക്കാഡമി ഒന്നും അല്ലാതെ ഒരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഫീൽഡിലേക്കാണ് പോയത്. അപ്പം എങ്ങനെയാണ് സയന്റിഫിക് ഇല്ലസ്ട്രേഷനിൽ എത്തിയത് എന്നുള്ളൊരു ജേണി ഐസർ തിരുവനന്തപുരം തൊട്ട് ഇപ്പം കരിയറിന്റെ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു ജേണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷുവർ. 2016 ഞാൻ ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേറ്റ് ആവുന്നത്. ഐസറിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഡിസൈനിങ്, ഇല്ലുസ്ട്രേഷൻ, കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് ഓരോ ഇനിഷ്യേറ്റീവ് ചെയ്യുക, പിന്നെ ബൈസിക്കിൾ ക്ലബ്ബ് റൺ ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് ഇനിഷ്യേറ്റീവ്സുകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഐസറിന് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോലെ PhD ചെയ്യാന്നുള്ള ഒരു ഡിസിഷനാണ് എടുത്തത്. അങ്ങനെ PhD അപ്ലിക്കേഷന് വേണ്ടി റെക്കമെൻഡേഷൻ വാങ്ങാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ തിരിച്ച് ഐസർ തിരുവനന്തപുരത്തേക്ക് തന്നെ പോയി. അപ്പൊ അവിടെ പ്രൊഫസർ K. ജോർജ് തോമസ് സാറിന്റെ ലാബിൽ പോയിട്ട് സാറുടെ കൂടെ ആയിരുന്നു പ്രൊജക്ട് ചെയ്തിരുന്നത് സമ്മറിലൊക്കെ. അപ്പോൾ സാറോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ PhD അപ്ലിക്കേഷന് വേണം. അപ്പൊ ആ സമയത്ത് സാറ് പറഞ്ഞു, സാറിന്റെ ഒരു PhD സ്റ്റുഡന്റ് റിസർച്ച് പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിലൊരു ഡ്രോയിങ് വേണം. ആ PhD സ്റ്റുഡന്റ് ചെയ്ത വർക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 3D ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. 3Dയിൽ നമ്മളൊരു സംഭവം വരയ്ക്കണം, ഒരു DNA ഒക്കെ പോലുള്ള ഇല്ലുസ്ട്രേഷൻ വരയ്ക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ സാറിന് അറിയായിരുന്നു ഞാനിങ്ങനെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ സാറ് ചോദിച്ചു, ക്യാൻ യു ഡ്രോ ദിസ് ഫോർ മീ, യു സ്റ്റേ ഹിയർ ഫോർ 2 days എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗിവ് യു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അവരെ ആ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഒരു സോഫ്റ്റ്വെയർ ഞാൻ സ്വന്തമായിട്ട് ആ സമയത്ത് ഗൂഗിൾ നോക്കി പഠിച്ചിട്ട് ചെയ്തു. അപ്പൊ സാറിന് അത് ഭയങ്കര ഇഷ്ടമായി. ആ സമയത്ത് ഞാൻ ഗൂഗിൾ ചെയ്യുമ്പോഴാണ് മനസ്സിലായത് സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കരിയർ ഫീൽഡ് തന്നെ ഉണ്ട്. ഫോർ ദ ഫസ്റ്റ് ടൈം അപ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത്. പിന്നെ ഞാൻ കുറെ ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായി ഒരുപാട് പേര് എന്താ പറയുക, റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഡിസൈൻ ഓർ ഇല്ലുസ്ട്രേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ഫീൽഡാണ്. അതായത് റിസർച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവരുടെ റിസർച്ച് സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്ന ഫീൽഡ്. അതെ. ആ ഒരു മൊമെന്റിൽ ഞാൻ സാറോട് പറഞ്ഞു, സാർ PhD-യേക്കാളും സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ ആയിരിക്കും എനിക്ക് പറ്റിയൊരു ഫീൽഡ് എന്ന് പറഞ്ഞപ്പോൾ സാറ് ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. സാറ് പറഞ്ഞു, സാറ് സപ്പോർട്ട് ചെയ്യാം, സാറിന്റെ ഗ്രൂപ്പിൽ ഒരു ചെറിയ പൊസിഷൻ തന്നിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട് വർക്ക് പഠിച്ചിട്ട് പിന്നെ വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പോകാം. അങ്ങനെ ആയിരുന്നു സ്റ്റാർട്ട്. അപ്പൊ റഫീഖ ഐസറിന് ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം പിന്നീടുള്ള ഒരു ജേണി എന്തായിരുന്നു? പിന്നെ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം സാറ് കൂടെ ജോയിൻ ചെയ്തു. ആദ്യം തന്നെ ആ ഒരു സമയത്ത് ഇന്ത്യയിൽ സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് ഓൾമോസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ആരും തന്നെ എനിക്കറിയുന്ന ആരും ഉണ്ടായിരുന്നില്ല. ഒരാളുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ആരും സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ടായില്ല. പക്ഷെ ഇന്ത്യന്റെ പുറത്ത് എസ്റ്റാബ്ലിഷ്ഡ് ഫീൽഡാണ്. സ്റ്റുഡിയോസ് ഉണ്ട്, ഒരുപാട് ഏജൻസികളുണ്ട്, യൂണിവേഴ്സിറ്റികളിൽ സയന്റിഫിക് ഇല്ലസ്ട്രേറ്റേഴ്സിന് ജോബ് റോൾസ് ഉണ്ട്, പൊസിഷൻസ് എല്ലാം ഉണ്ട്. അപ്പൊ എന്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ സയന്റിഫിക് ഇല്ലസ്ട്രേറ്റർ ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് അവിടെ പോയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ സാറ് ഗ്രൂപ്പിൽ വർക്ക് ചെയ്തു. സാർ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടിയിൽ ഇൻവോൾവ് ആയതുകൊണ്ട് സാറിന്റെ ഒരു 15ഓളം പേപ്പർ പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞു, ഈ പേപ്പറിലേക്കുള്ള ഡ്രോയിങ്സ് വരയ്ക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യും, എന്റെ കൂടെ നിന്നിട്ട്. സെയിം ടൈം യു ക്യാൻ ജോയിൻ ഫോർ സം കോഴ്സ്. അപ്പോൾ വീക്കെൻഡിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഞാൻ എന്താ വെച്ചാൽ തിരുവനന്തപുരം സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്തിട്ട് അവിടെ ഒരു അനിമേഷൻ സ്റ്റുഡിയോയിൽ ഗ്രാഫിക് ഡിസൈനും അനിമേഷൻ പഠിക്കും. അപ്പോൾ അതിന് സാറ് ഒരു സപ്പോർട്ട് ചെയ്ത് സാർ എൻകറേജ് ചെയ്തിട്ടാണ് ഞാൻ അത് പോയി ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെ
പഠനവും അതോടൊപ്പം തന്നെ വർക്കും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. സാറ് പിന്നെ പറഞ്ഞു ഡോണ്ട് ജസ്റ്റ് റെസ്ട്രിക്ട് യുവർ സെൽഫ്, മറ്റുള്ള ലാബുകളിലേക്കും പോയിട്ട് അവർക്ക് വേണ്ട വർക്കും ചെയ്തു കൊടുക്കാം. ഈ വർക്ക് എല്ലാം പെയ്ഡ് ആയിരുന്നു, പെയ്ഡ് വർക്ക് ആയിരുന്നു. സാറ് പറഞ്ഞു യു ടേക്ക് എ പേയ്മെന്റ് ഫോർ ദാറ്റ്, ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. ഓൾസോ എന്താ പറയാ, ആ റിസർച്ച് പേപ്പറിൽ എനിക്കൊരു അക്നോളജ്മെന്റ് തന്നാൽ, എന്റെ പേര് അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ആ ഒരു കരിയർ ബിൽഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ സാറ് റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്യാൻ. അതെ, അത് നമുക്കൊരു പ്രൂഫ് ഓഫ് വർക്ക് ഉണ്ടല്ലോ ആ പേപ്പറിൽ, നമ്മൾ പേര് അക്നോളജ്മെന്റ് സെക്ഷനിലാണെങ്കിൽ പോലും അതൊരു പ്രൂഫ് ഓഫ് വർക്കാണ്. അങ്ങനെ സാറ് കൂടെ 2.5 വർഷം വർക്ക് ചെയ്തു. ഒരുപാട് അതർ ലാബുകളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ലിങ്ക്ഡിലൂടെ ഞാൻ വർക്കുകൾ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വർക്ക് ലിങ്ക്ഡിലൂടെ വരാറുണ്ടായിരുന്നു. ട്വിറ്ററിലൂടെ അങ്ങനെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ 2.5 വർഷം അങ്ങനെ ഒരുപാട് റിസർച്ച് ജേണലുകൾക്ക് ഒരുപാട് ഇല്ലസ്ട്രേഷൻസ് ഉണ്ടാക്കി, കുറച്ച് അനിമേഷൻസ് അവിടെ ഇവിടെ ഉണ്ടാക്കി, അങ്ങനെ ഒരുപാട് ലാബുകളായിട്ട് കണക്ട് ചെയ്ത് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തു. അങ്ങനെ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ ഞാൻ അടുത്ത ഓപ്പർച്യൂണിറ്റിക്കായിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു സമയത്ത് ഐസർ പൂനെയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് സയൻസ് മീഡിയ സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട്. അവിടെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ സയൻസിന് വേണ്ട വീഡിയോസ് ഉണ്ടാക്കുക, ഇല്ലുസ്ട്രേഷൻസ്, ആനിമേഷൻസ്, കോഴ്സുകൾ, ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഐസർ പൂനെയുടെ അകത്ത് തന്നെ. ഐസർ പൂനെയിൽ തന്നെ. അത് അധികം പേർക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് വളരെ മുമ്പ് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും റണ്ണിങ് ആണ്. അപ്പൊ അവിടെ ഒരു സയൻസ് ഇല്ലുസ്ട്രേറ്ററിന്റെ ആവശ്യമുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി. അവിടെ ഒരു 12-14ഓളം പേരുള്ള ഒരു ടീമായിരുന്നു. PhD ഉള്ളവരുണ്ടായിരുന്നു, ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളവരുണ്ടായിരുന്നു, VFX ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അനിമേറ്റേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ എഞ്ചിനീയർ ഫീൽഡിൽ നിന്ന് വന്നവരുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് എന്താ പറയുക, സയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ത്രൂ വീഡിയോസ്, ഇല്ലുസ്ട്രേഷൻസ്, ആനിമേഷൻസ്, പിന്നെ വർക്ക്ഷോപ്സ്, ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ്, ഇതിലൂടെ ഒക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പൊ എന്റെ റോൾ എന്ന് വെച്ചാൽ വേറെ ഇല്ലുസ്ട്രേഷൻസോ ആനിമേഷൻസോ ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക. അപ്പൊ എനിക്ക് അവരുടെ കൂടെ നിന്നിട്ട് വീഡിയോസ് എഡിറ്റിംഗ്, ഫിലിം പ്രൊഡക്ഷൻ, ഡോക്യുമെന്ററി ഫിലിം പ്രൊഡക്ഷൻ, ഇതിനൊക്കെ ഓപ്പർച്യൂണിറ്റി പഠിക്കാൻ കിട്ടി. അപ്പൊ അവിടെ അപ്സ്കില്ലിംഗ് ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാൻ പറ്റി. അവിടെ 2.5 വർഷം വർക്ക് ചെയ്തു. അങ്ങനെ അതിനുശേഷം പിന്നെ കോവിഡിന്റെ സമയത്ത് വീട്ടിൽ നിന്ന് കുറച്ചു കാലം ഐസർ പൂനെക്ക് വേണ്ടി വർക്ക് ചെയ്തു. പിന്നെ ജോ എന്ന് പറഞ്ഞിട്ട് ഒരു ജേണൽ ഉണ്ട്, ജേണൽ ഓഫ് വിഷ്വലൈസ്ഡ് എക്സ്പെരിമെന്റ്സ്, US ബേസ്ഡ് ആണ്, അമേരിക്കയിലുള്ള. അവിടെ ചെയ്യുന്നത് വെച്ചാൽ റിസർച്ച് ഫീൽഡിന് ആവശ്യമായിട്ടുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്യണം അവര്. അത് ടെക്സ്റ്റ് ബുക്കുകളാണ്, അതായത് വീഡിയോ ടെക്സ്റ്റ് ബുക്കുകൾ. അതായത് പ്രൊഫസേഴ്സ് ക്ലാസ്സിൽ ലെക്ചേഴ്സ് എടുക്കുമ്പോൾ അവർക്ക് സയൻസ് ഒക്കെ അക്യുറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് സ്റ്റുഡൻസിന് ഷോക്കേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് വെച്ചാൽ ഈ ജോവിന്റെ വീഡിയോസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സയന്റിസ്റ്റ് റിസർച്ച് പബ്ലിഷ് ചെയ്യുമ്പോൾ അവർ എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെമോൺസ്ട്രേഷനോ കാണിക്കണം എന്നുണ്ട്. അപ്പൊ അത് എന്താ പറയുക, ഒരു അക്കാഡമിക്കൽ സിസ്റ്റത്തിലൂടെ പോയിട്ട് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യാന്നുള്ള ഒരു ഗോളാണ്, ഒരു സയന്റിഫിക് ജേണൽ ഫോർ വീഡിയോസ്, സയൻസ് വീഡിയോസ്. അപ്പൊ അവിടെ ആയിരുന്നു അടുത്ത ജോബ് കിട്ടിയത്. അവിടെ സയൻസ് ഇല്ലുസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. അവർക്ക് വേണ്ട ഇല്ലുസ്ട്രേഷൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പൊ അത് ഫുൾ ടൈം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. അവര് ലാപ്ടോപ്പും സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് അയച്ച് വീട്ടിൽ നിന്ന് ഫുൾ ടൈം, നല്ല അടിപൊളി ജോബായിരുന്നു. അവരുടെ ഓഫീസ് വർക്ക് അറ്റ് ഹോം ആണ്. ബാംഗ്ലൂർ ഉണ്ട്, മുംബൈ ഒരു ചെറിയ ലൊക്കേഷൻ ഉണ്ട്, പക്ഷെ US ആണ് അവരുടെ മെയിൻ ലൊക്കേഷൻ. അപ്പൊ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. നല്ല കംഫർട്ടബിൾ ആയ ജോബായിരുന്നു, നല്ല എൻജോയബിൾ ആയിരുന്നു. ഇല്ലുസ്ട്രേഷൻസ് ഉണ്ടാക്കുക, നമ്മളെ ഒരു ടാർഗറ്റ് ഉണ്ടാവും, അത് അച്ചീവ് ചെയ്യാം. പക്ഷെ നമുക്ക് എന്താ ടൈമിനൊക്കെ കംഫർട്ടബിൾ ആയിരുന്നു. നമുക്ക് ബാക്കിയുള്ള പാഷൻസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ടൈം ഉണ്ട്. അതോടൊപ്പം തന്നെ എന്താ പറയാ, ഇത്ര ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ പിന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട്. അതിൽ നമുക്ക് ഒരുപാട് കൂടുതൽ പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. നല്ലൊരു ജോബായിരുന്നു. അങ്ങനെ അവിടെ ഒരു 1.5 കൊല്ലത്തോളം വർക്ക് ചെയ്തു. അപ്പോഴാണ് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. പണ്ട് മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഒരു വലിയ ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നോവോ നോർഡിസ്ക്, വൺ ഓഫ് ദി ലീഡിങ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഇൻസുലിൻ, 100-year-old കമ്പനിയാണ്. വേൾഡിലെ തന്നെ ലീഡിങ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അവർക്ക് ഒരുപാട് മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെ ലീഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഇൻസുലിനാണ്. അപ്പൊ അവിടെ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള കമ്പനിയിൽ അവർക്ക് 1-2 പേര് മെഡിക്കൽ ഇല്ലസ്ട്രേറ്റേഴ്സ് ആയിട്ട് മുമ്പുണ്ട്. പക്ഷെ അവരെ ടീം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ പോസ്റ്റുകൾ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ ലിങ്ക്ഡിനില് ഡെൻമാർക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള അവരുടെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് മൈക്കിൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ലിങ്ക്ഡിനിൽ മെസ്സേജ് അയച്ചു. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മോർ ഓപ്പർച്യൂണിറ്റീസ്, ഐ കെയിം ടു നോ ദാറ്റ് യു ആർ ഹയറിംഗ് ഫോർ യുവർ ടീം. അപ്പോ ഞാൻ CV അയച്ചു.
ഉടനെ തന്നെ മൈക്കിൾ റിപ്ലൈ ചെയ്തു, യുവർ എക്സ്പീരിയൻസ് സ്കിൽസ് ആർ വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെ ആ ജോബിലേക്ക് കയറാൻ പറ്റി. അത് ബാംഗ്ലൂരായിരുന്നു. അങ്ങനെ അവിടുന്ന് ബാംഗ്ലൂരേക്ക് ഷിഫ്റ്റ് ചെയ്തു. അവിടുന്ന് ഒരു ടോട്ടലി ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് എന്താ പറയാ, ഒരു മരുന്ന് പിന്നെ കൺസെപ്റ്റ് സ്റ്റേജിൽ നിന്ന് മാർക്കറ്റിലേക്ക് എത്തുന്ന ആ ഒരു ഫേസ് വരെയുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ആണ്. അതായത് ഡോക്ടേഴ്സിന് വേണ്ടി പ്രസന്റേഷൻസ് നടത്തും, വീഡിയോസ് ആയിട്ട് പ്രസന്റ് ചെയ്യും, അവർ ചെയ്ത ക്ലിനിക്കൽ ട്രയൽസിലെ റിപ്പോർട്ട് പ്രസന്റേഷൻസ് ആയിട്ട് കൊടുക്കണം. മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ പ്രസന്റേഷനിൽ വർക്ക് ചെയ്യാനല്ല, അവരുണ്ടാക്കുന്ന പ്രസന്റേഷനിലുള്ള ഡ്രോയിങ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അത് മെഡിക്കൽ റിലേറ്റഡ് ഇല്ലുസ്ട്രേഷൻസ് ആണ്. അപ്പൊ ജോബ് റോൾ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇല്ലുസ്ട്രേറ്റർ ആണ്. അവിടെ അസോസിയേറ്റ് സീനിയർ മെഡിക്കൽ ഇല്ലുസ്ട്രേറ്റർ ആയിട്ട് നല്ലൊരു ജോബായിരുന്നു. എല്ലാവിധ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള റിട്ടയർമെന്റ് വരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കംഫർട്ടബിൾ വെൽ പേയിങ് ജോബായിരുന്നു. അവിടെ ടീം ഭയങ്കര ഡൈവേഴ്സ് ആണ്. നമുക്ക് തന്ന ഒരു ടാസ്ക് ഉണ്ട്, അത് മാത്രം ചെയ്താൽ മതി. ബാക്കി ഓരോന്നിനും ഓരോരുത്തരുണ്ട്, അവരുടെ നിന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇനി ഈവൻ ഞാൻ മെഡിക്കൽ ഇല്ലുസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ പോലും, ഫോർ എക്സാമ്പിൾ എനിക്ക് ബിസിനസ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആഗ്രഹം, എനിക്ക് കമ്പനിയിൽ അത് ആവശ്യം ഉന്നയിക്കാം. എന്തുകൊണ്ട് പോകണമെന്ന് ജസ്റ്റ് അവർ അപ്രൂവ് ചെയ്താൽ എനിക്ക് അവിടെ പോയി വർക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് നമുക്ക് സ്കില്ലുകൾ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ബാംഗ്ലൂരായിരുന്നു. അവിടെ ഒരു 1.5 കൊല്ലം വർക്ക് ചെയ്തു. ഇപ്പോ ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടുന്ന് റിസൈൻ ചെയ്തു. ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ സയൻസ് ഇല്ലുസ്ട്രേഷൻ ഭയങ്കര യങ് ആയിരുന്നു പറഞ്ഞു. അപ്പോ അതൊരു ചലഞ്ച് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഇറ്റ് വാസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. ഇറ്റ് ഈസ് സ്റ്റിൽ എ ബിഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോ തുടങ്ങിയ സമയത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംഭവം എസ്റ്റാബ്ലിഷ്ഡ് എല്ലാം മനസ്സിലാക്കിയപ്പോൾ തന്നെ ഓക്കെ ലെറ്റ്സ് ട്രൈ ടു ഡു ഇൻ ദാറ്റ് ഏരിയ എന്നായിരുന്നു ഗോൾ. അപ്പോൾ ഓവർ ടൈം ഒരുപാട് പേര് എൻ്റെ ഒരു ജേർണി കാണുന്നുണ്ടായിരുന്നു ഫ്രം സ്റ്റാർട്ട് ടു ടുഡേ. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ പഠിപ്പിക്കുന്നുണ്ടോ, ട്രെയിനിങ് കൊടുക്കോ, ക്യാൻ യു ഹെൽപ്പ് മീ ലേൺ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. എല്ലാ വീക്കിലും അറ്റ്ലീസ്റ്റ് കപ്പിൾ ഓഫ് മെസ്സേജസ് വരും, ലിങ്ക്ഡിനിലും ട്വിറ്ററിലൊക്കെ. അപ്പോൾ ടീച്ചിങ് എപ്പോഴും ഒരു പാഷൻ ആയിരുന്നു. വർക്ക്ഷോപ്സ് പണ്ടേ കണ്ടക്ട് ചെയ്യാറുണ്ടായിരുന്നു, ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളൊക്കെ. അപ്പോൾ സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി, റിസർച്ചേഴ്സിന് വേണ്ടി. മെയിൻലി PhD സ്റ്റുഡൻസ്, പോസ്റ്റ് ഡോക്സ്, ചില ഫാക്കൽറ്റീസ് ജോയിൻ ചെയ്യാറുണ്ട് വിത്തിൻ ഇന്ത്യ ആസ് വെൽ ആസ് ഔട്ട്സൈഡ് ഇന്ത്യ. അതിങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു ഈ ജോബിന്റെ അപ്പുറം തന്നെ. കഴിഞ്ഞ 3 വർഷമായിട്ട്, ഈ കോവിഡിന്റെ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ കറന്റ്ലി ഫുൾ ടൈം ആ ഒരു അക്കാഡമിയിൽ ഫോക്കസ് ചെയ്യാണ്. സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ ഇപ്പോ സയൻസ് ഫീൽഡിൽ റിസർച്ച് ചെയ്യുന്ന സയന്റിസ്റ്റുകൾക്കും എഞ്ചിനീയേഴ്സിനും സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഗോളാണ് ഇപ്പൊ കറന്റ്ലി എത്തി നിൽക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 1.5 വർഷം നോവോ നോർഡിസ്ക് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞു വെൽ പേയിങ് ആയിട്ടുള്ള ഒരു ജോബ് ആയിരുന്നു. അതേപോലെ കുറെ കാലം നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയും കൂടിയായിരുന്നു. അപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ടായിരുന്നു ഒരു കരിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു അക്കാഡമി എന്നുള്ള തരത്തിലേക്ക് മാറാനുള്ള ഒരു തോട്ട്, ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? പണ്ട് മുതലേ എന്താ പറയാ, ഈ സ്റ്റീവ് ജോബ്സിന്റെ പ്രസംഗങ്ങള്, അതുപോലെ എന്താ പറയുക ലീഡിങ് ആയിട്ടുള്ള ഇന്നോവേറ്റേഴ്സിന്റെ സ്പീച്ച്, അവരുടെ സ്റ്റോറി, ഇതൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ എന്തെങ്കിലും എന്താ പറയുക ഒരു ബിസിനസ് ഐഡിയ, ഐ മീൻ സൊസൈറ്റിയിലുള്ള എന്തെങ്കിലും പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ള ഭയങ്കര പാഷനായി. അപ്പൊ ഐസറിനുള്ള സമയത്തോ ഐസറിന് ഗ്രാജുവേറ്റ് ചെയ്ത സമയത്തൊക്കെ ആ ഒരു ഐഡിയ എപ്പോഴും ഉണ്ട്. ആ ഒരു എന്താ പറയാ, സ്റ്റീവ് ജോബ്സ് പറയാറുണ്ട്, ചൂസ് എ പ്രോബ്ലം ഇൻ യുവർ സൊസൈറ്റി ആൻഡ് ട്രൈ ടു സോൾവ് വിത്ത് ഓൾ യുവർ എഫേർട്സ്, സ്കിൽസ് ആൻഡ് എവറിത്തിങ്. അപ്പൊ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ എന്നൊരു കരിയറിൽ ഉപരി ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന PhD സ്റ്റുഡൻസിനാണ്. ഫോർ എക്സാമ്പിൾ, ഒരു PhD സ്റ്റുഡന്റിന് ഒരു ഡ്രോയിങ് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പേഴ്സണലി ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു ആഴ്ച 2 ആഴ്ചയൊക്കെ പവർ പോയിന്റിന്റെ മുമ്പിൽ ഇരുന്ന് ഓരോ എലമെന്റ്സ് ഇങ്ങനെ 1 by ആഡ് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് പിന്നെ റീവർക്ക് ചെയ്ത്, അപ്പൊ അത് ആ ഒരു സ്കില്ല് അവർക്ക് ഉണ്ടെങ്കിൽ വിത്തിൻ കപ്പിൾ ഓഫ് അവേഴ്സ്, ഒരു 2-3 മണിക്കൂർ കൊണ്ട് ചെയ്യാവുന്ന ടാസ്ക് അവർ പവർ പോയിന്റിൽ കുറെ ടൈം ഇരുന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ കുറെ ആ സമയത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കണ്ടു ചെറിയ സിമ്പിൾ പ്രോബ്ലം ആണ്, ആ ഒരു പ്രോബ്ലം എന്തായാലും സോൾവ് ചെയ്യണം. കാരണം PhD സ്റ്റുഡൻസിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാല്യൂബിൾ ആണ്. അവർക്ക് അത് എക്സ്പെരിമെന്റ്സിന് യൂസ് ചെയ്യാം, മറ്റുള്ള റിസർച്ചിന് യൂസ് ചെയ്യാം. അപ്പോ അതാണ് ഞാൻ കണ്ടത്. ആ ഒരു പ്രോബ്ലം ഐ ക്യാൻ സോൾവ് അപ് ടു എൻ എക്സ്റ്റെന്റ് ഫോർ മെനി ഓഫ് ദം. അതാണ്. അപ്പോ the best way is to become a science illustrator so that I can serve them.
ഇങ്ങനെ ഒരു അക്കാഡമി തുടങ്ങണമെന്നോ വർക്ക്ഷോപ്പ് തുടങ്ങണമെന്നോ ഒന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നിയത് ഓക്കെ, മേ ബി ഐ ക്യാൻ teach some people and make a team and serve as many researchers in India as possible. ബിക്കോസ് ഔട്ട്സൈഡ് ഇന്ത്യ ഒരുപാട് പേരുണ്ട്, പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പെർട്ടീസ് ഉള്ളവരോ വളരെ കുറവായിരുന്നു. ഇന്ന് കുറച്ച് ഈ ഒരു ഏരിയ ഫേമസ് ആയതുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്, സ്റ്റിൽ വെരി യങ് ആണ്. അപ്പോ ഇപ്പൊ അങ്ങനെ അലോങ് ദ വേ നമ്മളൊരു ഡോറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ഡോർസ് നമ്മൾ കാണും. അങ്ങനെയാണ് സംഭവിക്കാറ്. അങ്ങനെ പിന്നെ ഓൺലൈൻ ലേണിംഗ് ഭയങ്കര പ്രചാരമായിട്ട് വന്നു. ആൾക്കാർ ഓൺലൈനിലൂടെ ആ ഒരു കാര്യങ്ങൾ പഠിക്കാന്നുള്ള ഒരു ഹാബിറ്റ് ഫോം ചെയ്തു. അവർക്ക് അത് കംഫർട്ടബിൾ ആയി, നമ്മളും അതിന് പരിചയപ്പെട്ട് നമ്മൾ കംഫർട്ടബിൾ ആയി. ആ ഒരു സമയത്തൊക്കെ തന്നെ ഓൺലൈനിൽ വളരെ മിനിമലാണ്. ഇപ്പോൾ നമ്മൾ ഐസറിലൊക്കെ ഉള്ളൂ അങ്ങനെ വിർച്വൽ മീറ്റിംഗിലൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ്. പക്ഷെ അങ്ങനെ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്ത് അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയി. ലിങ്ക്ഡിനിലൂടെ നല്ലൊരു പേഴ്സണൽ ബ്രാൻഡ് ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് റിസർച്ചേഴ്സ് എന്റെ നെറ്റ്വർക്കിൽ. അപ്പോൾ ഇങ്ങനെ മെസ്സേജസ് വരുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് I can go international. I can even help researchers from other countries as well to learn scientific illustration. അങ്ങനെ ഒരു അക്കാഡമി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഐ ക്യാൻ ബിൽഡ് എ കമ്മ്യൂണിറ്റി, ബേസിക്കലി ലേണിംഗ് കമ്മ്യൂണിറ്റി. അപ്പൊ അത് വളരെ ഓർഗാനിക് ആയി വന്നതാണല്ലേ? അതായത് ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വോയിഡ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം ഓർഗാനിക് ആയിട്ട് ഗ്രോ ചെയ്തെടുത്തതാണ് ഈ അക്കാഡമി. അപ്പൊ ആദ്യം ഞാൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കണ്ടത് ഓക്കെ, ബിക്കം എ സയൻസ് ഇല്ലസ്ട്രേറ്റർ. അപ്പൊ എനിക്ക് സർവ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് റിസർച്ചേഴ്സ് പറഞ്ഞാൽ ലിമിറ്റഡ് ആണ്. എന്റെ ടൈം ലിമിറ്റഡ് ആണ്, എന്റെ കാപ്പബിലിറ്റീസ് ലിമിറ്റഡ് ആണ്. പക്ഷെ എനിക്ക് അവരെ തന്നെ പഠിപ്പിക്കാൻ പറ്റിയാൽ അവർക്ക് എന്ത് ചെയ്യാം, അവരെ കൊളീഗ്സിനെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ ഓൺലൈൻ ലേണിംഗ് ആകുമ്പോൾ എനിക്ക് അറ്റ് എ ടൈം ഹൺഡ്രഡ്സ് ഓഫ് റിസർച്ചേഴ്സിനെ മേ ബി ഹെൽപ്പ് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നിയത് അതാണ് ഇതിനുള്ള സൊല്യൂഷൻ. നമ്മളെ അക്കാഡമീസിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് കരിക്കുലം പ്രോഗ്രാം ഉണ്ടാവേണ്ടതാണ്. പുറത്ത് ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ചുരുങ്ങിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട്, ഐസർ പൂനെത്തെ എക്സ്പീരിയൻസ് കൊണ്ടും ഐസർ തിരുവനന്തപുരത്തെ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ഉണ്ട് ഉള്ളത് കൊണ്ട് എന്താ പറയാ, ഫുൾ ടൈം ഇതിൽ തന്നെ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ഇപ്പൊ സോഫാർ നമുക്കൊരു ഓൾമോസ്റ്റ് 2000-ഓളം റിസർച്ചേഴ്സ് നമ്മളെ അക്കാഡമി സിസ്റ്റത്തിലുണ്ട്. ഔട്ട്സൈഡ് അക്കാഡമി ഒരുപാട് നമ്മൾ വർഷവും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. റഫീഖ് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്ന ഈ സൈഡ് ആർട്ട് എന്ന് പറയുന്ന ഈ അക്കാഡമി തുടങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഒരു അക്കാഡമി സ്വന്തമായിട്ട് തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, അപ്പോ നമ്മളെ അക്കാഡമിന്റെ പേര് സൈഡ് ആർട്ട് അക്കാഡമി എന്നാണ്. അതിന്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. സയൻസ് ആൻഡ് ആർട്ട്, ആൻഡിന്റെ ഡി എടുത്തു, സയൻസിന്റെ സൈ എടുത്തു, ആർട്ടിന്റെ ആർട്ട് കൂടി കൂട്ടിയിട്ട് ഒരു പേരിട്ടതാണ് സൈഡ് ആർട്ട് അക്കാഡമി. അപ്പൊ സയൻസിന് വേണ്ട ആർട്ട് പഠിപ്പിക്കുക, ആർട്ട് ഡിസൈൻ ഇല്ലസ്ട്രേഷൻ പഠിപ്പിക്കുക, ആ ഒരു ഗോളായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പൊ ഇതിന്റെ ചലഞ്ചസ് എന്ന് പറഞ്ഞാല്, ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തിട്ട് എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നില്ല. ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ടു മൈ കമ്മ്യൂണിറ്റി ലേണേഴ്സ്. ഐ വാസ് ഓപ്പൺ അബൌട്ട് ഇറ്റ്. ഐ എം ഇൻ ദ സ്റ്റാർട്ടിംഗ് സ്റ്റേജസ്. യു ക്യാൻ എക്സ്പെക്ട് mistakes or anything. So I want you to suggest me what are the changes need to make. എന്തൊക്കെ ചേഞ്ചസ് വേണം, എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് വരുത്താം നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യുക, എന്നെ ഹെൽപ്പ് ചെയ്യുക. സോ ദാറ്റ് ഐ വിൽ മേക്ക് ദ ചേഞ്ചസ്, ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് ഈസ് ടേക്കൺ കെയർ ഓഫ്. അത് ഞാൻ പറഞ്ഞു. അപ്പൊ അവര് തന്നെ ഒരുപാട് സജഷൻസ് തരാൻ തുടങ്ങി. അത് വെച്ചിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുന്ന അവര് തന്നെ. അതാണ് എനിക്ക് തരാനുള്ള ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരെയാണ് സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരോട് തന്നെ ഓപ്പൺ ആവുക. അറ്റ്ലീസ്റ്റ് ഫീഡ്ബാക്ക് സോൾവ് ചെയ്യുക. അതെ, ഫീഡ്ബാക്ക് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നാണ്, പക്ഷെ അവർക്ക് കാണാൻ പറ്റുന്നത് പല ആംഗിളിൽ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്താ പറയാ, അതിന്റെ ടെക്നിക്കൽ സൈഡ്, വെബ്സൈറ്റ് ബിൽഡിംഗ്, ഓട്ടോമേഷൻ, ഇമെയിൽ മാർക്കറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ 1 by 1 ആയിട്ട് പഠിക്കേണ്ടി വന്നു. ഓൺലൈനായിട്ട് പോയി യൂട്യൂബിൽ ഒരുപാട് ഫ്രീ ട്യൂട്ടോറിയൽസ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഇതിന്റെ ബിസിനസ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത സംഭവമാണ്, എസ്പെഷ്യലി ഐസർ സ്റ്റുഡൻസിന്. അത് ഇങ്ങനെ ഓരോന്ന് 1 by 1 ആയി മിസ്റ്റേക്കുകൾ വരുത്തി കുറെ പൈസ അവിടെ പോയി, അങ്ങനെ കുറെ പൈസ അവിടെ കൊടുക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ പഠിച്ചെടുത്തു. ഇപ്പൊ ട്രയൽ ആൻഡ് എറർ ആണ്. അത് എന്തായാലും വേണ്ടതാണ്. ഒരു മിസ്റ്റേക്ക് ചെയ്താൽ അത് ഒരിക്കലും പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അതും മിസ്റ്റേക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു ലേണിംഗ് ജേർണിയാണ്. അങ്ങനെ അതായിരുന്നു ബേസിക്കലി ബിസിനസ് സൈഡ് ഓഫ് ദ തിങ്സ് പഠിക്കാന്നുള്ള വല്ലാത്തൊരു ചലഞ്ചായിരുന്നു.
പക്ഷെ അത് ഭയങ്കര എക്സൈറ്റിംഗ് ജേർണി ആയിരുന്നു. അതാണ് ഇതിന്റെ ഒരു ഫൺ പാർട്ട് എന്ന് പറഞ്ഞത്. പിന്നെ ചലഞ്ച് എന്ന് പറഞ്ഞാല് എങ്ങനെ ഒരു സ്റ്റുഡൻസിലേക്ക് ഇങ്ങനെ എത്തി, ഈ ഒരു ഇൻഫർമേഷൻ എത്തി. ഞാനിങ്ങനെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതിന് പെയ്ഡ് ആഡ്സ് ഒന്നും എനിക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പോ ലിങ്ക്ഡിൻ, ട്വിറ്റർ ഇതൊക്കെ എങ്ങനെ ശരിക്കും യൂസ് ചെയ്യണം എന്ന് നന്നായിട്ട് പഠിക്കേണ്ടി വന്നു. ഒപ്റ്റിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സയന്റിഫിക്കലി നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കണം. നമ്മൾ വെറുതെ ഒരു പോസ്റ്റ് ചെയ്യല്ല, ആ പോസ്റ്റ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആർക്കാണ് അത് എത്തിച്ചേരേണ്ടത്, ആ പോസ്റ്റിലൂടെ അവർക്ക് എന്ത് ലിങ്ക് ക്ലിക്ക് ചെയ്യണം, അവരെ ഏത് വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകണം, അവിടെ എന്തൊക്കെ ഇൻഫർമേഷൻ കൊടുക്കണം, അതൊക്കെ നമ്മൾ എന്താ പറയുക ടൈനി ഡീറ്റെയിൽസ്. ഇപ്പൊ സയന്റിഫിക് ഇലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക ഡീറ്റെയിൽ ടു അറ്റൻഷൻ ആണ് നമ്മളെ മെയിൻ ടാസ്ക്. ഓരോ ഡീറ്റെയിലും നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ചേഞ്ച് വരുത്താം. അപ്പോ അത് ചലഞ്ചസ് എന്ന് ഞാൻ പറയില്ല, ഒരു എന്താ പറയാ ഒരു ലേണിംഗ് ജേർണി, അല്ലാതെ വലിയൊരു റോഡ് ബ്ലോക്ക് എന്നുള്ള രീതിയിൽ എനിക്കിതൊരു അങ്ങനെ വലിയ ഫേസ് വന്നിട്ടില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു 3 ഇയർ സ്പാനിലാണ്, സൈഡിലൂടെയാണ് എന്താ പറയുക പെട്ടെന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇതില്ല. അപ്പൊ എന്താ പറയാ ടൈം എടുത്ത് ഓരോന്ന് സോൾവ് ചെയ്ത് പോകണം. ഇപ്പൊ റഫീഖ പറഞ്ഞു 2000-ലധികം കുട്ടികളെ ഓൾറെഡി ഈ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം സക്സസ്ഫുൾ ആയിട്ടാണ് ഇപ്പൊ അക്കാഡമി റൺ ചെയ്യുന്നതെന്നുള്ള അതിന് വാലിഡേറ്റഡ് ആണ്. അപ്പം റഫീഖ കരുതുന്നത് ഈ സ്കൈഡാർട്ട് എന്ന് പറയുന്ന അക്കാഡമിന്റെ സക്സസിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരാള് പുതിയൊരു അക്കാഡമി ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ എനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്ത് ലേണിംഗ് ആണ് ഈ സ്കൈഡാർട്ടിൽ നിന്നും ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുക? ഇതിനൊക്കെ ഒരു സിമ്പിൾ ആയിട്ട് ഒരു ആൻസർ തരാണെങ്കിൽ, ഡോണ്ട് ട്രൈ ടു ബിൽഡ് വിറ്റമിൻസ്, ട്രൈ ടു ബിൽഡ് പെയിൻ കില്ലേഴ്സ്. അതാണ് ഒരു ഈസി ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ. അതായത് ഇപ്പൊ നമ്മളൊരു പ്രോബ്ലം കണ്ടു, ആൾക്കാർക്കുള്ള ഒരു പ്രോബ്ലം ആണ്, അതൊരു ഒരു പ്രസ്സിംഗ് പ്രോബ്ലം ആണെങ്കിൽ നിങ്ങളിൽ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആൾക്കാർ എവിടുന്നാണെങ്കിൽ തേടി പിടിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരും. പക്ഷെ എന്താ പറയാ വിറ്റാമിൻസ് എന്ന് പറഞ്ഞാല് എന്താ പറയാ ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള സപ്ലിമെന്റ് പോലെയാണ്. അതില്ലെങ്കിലും ആൾക്കാർക്ക് ജീവിക്കാം. പക്ഷെ അതും ബിസിനസ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇൻ ദ ഏർലി സ്റ്റേജസ് ട്രൈ ടു ബിൽഡ് പെയിൻ കില്ലേഴ്സ്, ആൾക്കാരുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു നല്ലൊരു പനി വന്നു, നമ്മള് ഡോക്ടർ ഒരു 50 കിലോമീറ്റർ അപ്പറാണ്, നമ്മൾ ഏത് വണ്ടി പിടിച്ച് എങ്ങനെയാണെങ്കിലും അവിടെ പോകും, അത്രക്കും സുഖമില്ലാത്ത ഒരാളാണ്. കാരണം നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം. പക്ഷെ നമുക്ക് ഒരു ടൂർ പോകണം, നല്ല മഴയും കാറ്റും ഉണ്ട്, പക്ഷെ നമ്മൾ എന്തായാലും നീട്ടി വെക്കും. കാരണം അതൊരു വിറ്റാമിൻ ആണ്, ഒരു ലൈഫ് ഇംപ്രൂവ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോ ട്രൈ ടു ബിൽഡ് സൊല്യൂഷൻസ് ഫോർ സൊസൈറ്റീസ് പെയിൻ. അപ്പോ ഈ സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ പഠിക്കാന്നുള്ളത് റിസർച്ച് കമ്മ്യൂണിറ്റിന്റെ ഒരു പെയിൻ ആണ്. അവർക്ക് സ്വന്തമായിട്ട് പഠിക്കാന്നുള്ളത് ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ഓൺലൈനായിട്ട് ലേണിംഗ് റിസോഴ്സസ് ഓൾമോസ്റ്റ് നോട്ട് അവൈലബിൾ. പിന്നെ ഉള്ള റിസോഴ്സസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇന്ത്യൻ റിസർച്ചേഴ്സിന് നോട്ട് അറ്റ് ഓൾ അഫോർഡബിൾ, $US പേ ചെയ്യണം. അപ്പൊ അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക എന്നെ ഹെൽപ്പ് ചെയ്തത്. ഒരു പെയ്ഡ് ആയിട്ട് അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്യാതെ തന്നെ ആൾക്കാർ റെഫർ ചെയ്ത് ഒരു റിസർച്ചർ വന്ന് നമ്മളെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സിന് റെക്കമെൻഡ് ചെയ്യും, അവരുടെ ടീം മെമ്പേഴ്സിന് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പൊ ഓരോ മാസവും ഇങ്ങനെ റിസർച്ചേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐസറിന് ഗ്രാജുവേറ്റ് ആവുന്ന ഒരു സ്റ്റുഡന്റ് സാധാരണഗതിയിൽ പോകുന്ന ഒരു പാത്ത് അല്ല റഫീഖ ചൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരു റിസർച്ച് അല്ലെങ്കിൽ അക്കാഡമിയോ ഫോക്കസ് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ എല്ലാവരും പോകാറില്ലേ. എനിക്ക് തോന്നുന്നത് സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ ഒരു കരിയർ ആയിട്ട് ബിൽഡ് ചെയ്ത് എനിക്കറിയുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്ന റഫീഖ മാത്രമേ ഉള്ളൂ. അപ്പം ഇതുപോലെ ഒരു കരിയറിലേക്ക് പോകാൻ ഐസറിന്റെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഐസറിലുള്ള ട്രെയിനിങ്ങിന് എന്തെങ്കിലും റോൾ ഉണ്ട് എന്നുള്ളത് റഫീഖ വിശ്വസിക്കുന്നുണ്ടോ? ഐസർ മാത്രമാണ് ഇതിന്റെ ഫുൾ റോളും വഹിച്ചത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിന് റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് വേണം, അതിന് പിന്നെ ഇല്ലുസ്ട്രേഷൻ ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് വേണം. ഇത് രണ്ടും ഞാൻ ബിൽഡ് ചെയ്ത ഐസറിൽ നിന്നുകൊണ്ടാണ്. ഐസർ തിരുവനന്തപുരം ആസ് വെൽ ആസ് പിന്നെ ഐസർ പൂനെ. പക്ഷെ ഐസറിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ പലരും നമ്മൾ ആലോചിക്കാത്തൊരു സംഭവമുണ്ട്, ഒരു കോഴ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ ഐസർ എന്നുള്ള റിസർച്ച് കോഴ്സാണ്. അപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് PhD ഒരു സയന്റിസ്റ്റ് ആവുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു ജേണിയിലൂടെ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹൈക്കിംഗ് കാടിലൂടെ നടത്തുമ്പോൾ അതിൽ മല ചാടാൻ ഉണ്ടാവും, കുഴി ചാടാൻ ഉണ്ടാവും, അരുവികൾ, അത് ഒരുപാട് ഹർഡിൽസ് നമ്മൾ കടക്കുന്നുണ്ട്. ആ ഓരോ ഹർഡിൽസ് കടക്കുമ്പോൾ നമ്മൾ ഓരോ പുതിയ സ്കില്ല് അല്ലെങ്കിൽ പുതിയൊരു ഇൻസൈറ്റ് അക്വയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനറ്റ് ആയിട്ടുള്ള ഫീൽഡിലും അപ്ലൈ ചെയ്യും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സയന്റിഫിക് ഇല്ലുസ്ട്രേഷനിൽ റിസർച്ച് നല്ല രീതിയിൽ അറിയാന്നുള്ളതാണ്. എങ്ങനെ റിസർച്ചേഴ്സിന്റെ ലൈഫ് പോകുന്നു, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ റിസർച്ചേഴ്സിന്റെ ലൈഫ് ഭയങ്കര ബിസിയാണ്, അവർക്ക് ആസ് കൺവീനിയന്റ് ആസ് പോസിബിൾ ആണ് നമ്മൾ വർക്ക്ഷോപ്പ് ഒക്കെ ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. ടൈമിംഗ് ആണെങ്കിലും അവർക്ക് എങ്ങനെ ലെക്ചേഴ്സ് ഡെലിവർ ചെയ്യുന്നു, അവരുടെ പ്രൊജക്ട്സ്,
അവർക്ക് എങ്ങനെ ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ഏതൊരു ബിസി റിസർച്ചേഴ്സിനും അവരുടെ ടൈമിനനുസരിച്ച് നമ്മൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാം. അതാണ് നമ്മളെ ഒരു വലിയ പ്രത്യേകത. സ്റ്റിൽ ഇറ്റ് ഈസ് എ ലൈവ് വർക്ക്ഷോപ്പ്, ലൈവ് സെഷൻസ് ഉള്ള വർക്ക്ഷോപ്പാണ്. അതുകൊണ്ടാണ് ഔട്ട്സൈഡ് ഇന്ത്യ ആസ് വെൽ ആസ് ഇൻസൈഡ് ഇന്ത്യ റിസർച്ചേഴ്സ് ഉള്ളത്. അവരുടെ ടൈമിനും നമ്മൾ ഫൈൻ ട്യൂണിങ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോ അത് വലിയൊരു ഫാക്ടറാണ്. ആ ഒരു എന്താ പറയാ, നമ്മളൊരു ഓഡിയൻസിന്റെ പേഴ്സോണ, അതായത് റിസർച്ചേഴ്സിന്റെ ലൈഫ് എ ടു സെറ്റ് നമ്മൾ ഐസറിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ പെയിൻസ് എന്തൊക്കെയാണ്. അതാണ് നമ്മുടെ ഒരു ലോങ് ടൈം വിഷൻ. സൈഡ് ആർട്ട് അക്കാഡമി സയന്റിഫിക് ഇലിസ്ട്രേഷനിൽ ഒതുങ്ങാതെ അക്കാഡമിക് സ്പേസിൽ ഇ ലേണിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലോങ് ടൈം വിഷൻ. അതിന് ബാക്കിയുള്ള ഡൊമൈൻസിൽ നിന്ന് ബാക്കിയുള്ള സ്കിൽസുള്ള റിസർച്ചേഴ്സിനെ, സയന്റിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് വേൾഡിൽ നിന്ന് എവിടുന്നും ഏതൊരു സയന്റിസ്റ്റിനും അവർക്ക് എന്തെങ്കിലും കാര്യം റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ സൈഡ് ആർട്ട് അക്കാഡമിയിൽ വരാം. അവർക്ക് ഇഷ്ടമുള്ള മെന്ററിനെ ചൂസ് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള ലേണിംഗ് ഫോർമാറ്റ് ചൂസ് ചെയ്യാം, അതിനുള്ള പ്രൊജക്ടുകൾ ചെയ്യാം, ഫീഡ്ബാക്ക് കിട്ടും, ആ മെന്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, കമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ആ സ്കില്ല് അക്വയർ ചെയ്തിട്ട് അതിലൊരു സർട്ടിഫിക്കേഷൻ നേടിയിട്ട് പോവാം. അതാണ് നമ്മുടെ ലോങ് ടൈം വിഷൻ. അതുകൊണ്ടാണ് എന്താ പറയുക, ജോബ് റിസൈൻ ചെയ്ത് ഇതിൽ ഫുൾ ടൈം ഫോക്കസ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആക്സിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടും ഐസർ തന്നെയാണ് ഇൻക്ലൂഡഡ്. ഓൾ ദ സപ്പോർട്ട് ഐ ഗോട്ട് ഫ്രം പ്രൊഫസർ കെ ജോർജ് തോമസ് സാർ. സാറിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് ടേക്കൺ മെനി മോർ ഇയേഴ്സ് ടു റീച്ച് ഹിയർ. ഡിസിഷൻ ഫൈനലൈസ്ഡ് ആയിരുന്നു സയന്റിഫിക് ഇലിസ്ട്രേറ്റർ ആവാന്നുള്ള. സാറോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു ജോബ് ചെയ്തിട്ട് സൈഡിലൂടെ ഡിസൈനിങ് പഠിച്ച് എടുക്കാം. അത് എനിക്ക് ചിലപ്പോ ഒരു 5-6 വർഷം എടുക്കും ആ ഒരു സ്റ്റേജിൽ എത്താൻ. ഡീവിയേറ്റ് ചെയ്ത് പോവും ചെയ്യാം, സപ്പോർട്ട് ശരിക്കും കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസ് വന്നാലോ. പക്ഷെ ആ ഒരു റൈറ്റ് എൻവയോൺമെന്റ് സാറ് തന്നത് കൊണ്ട് മാത്രമാണ്. സാറിന് ഒരു ലോങ് ടൈം വിഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ഫീൽഡ്. അപ്പം ആക്ച്വലി പറയുകയാണെങ്കിൽ ഐസറിലുള്ള പ്രൊഫസേഴ്സ്, ഈവൻ സയന്റിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അക്കാഡമിയെ തന്നെ ഫോളോ ചെയ്യണം എന്ന് വിചാരിക്കുന്ന സയന്റിസ്റ്റ് ഒന്നല്ല. എല്ലാ കുട്ടികളും എന്തായാലും PhDക്ക് പോകണം അങ്ങനെയൊന്നും വിചാരിക്കുന്ന പ്രൊഫസേഴ്സ് ഒന്നും അല്ല ഐസറിൽ. എസ്പെഷ്യലി ആ സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ PhD തന്നെയാണ് നല്ലൊരു ഷൈനി ആയിട്ടുള്ള ടാർഗറ്റ്, PhD ചെയ്യാന്നുള്ളത്. പക്ഷെ ഇന്ന് നമുക്കറിയാം ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ആയതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരുപാട് കമ്പനികൾ ഐസർ ഗ്രാജുവേറ്റ്സിനെ ഹയർ ചെയ്യാൻ റെഡിയാണ്. ഐസേഴ്സിനുള്ള സ്കിൽസ് എന്ന് പറഞ്ഞാൽ വളരെ യുണീക്കാണ് ഐസർ സ്റ്റുഡൻസിനുള്ള. അവർക്ക് റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ട്, പിന്നെ ചില ഈ ഡാറ്റ സയൻസ് എടുത്തവർക്ക് പ്രോഗ്രാമിംഗ് അങ്ങനത്തെ സ്കിൽസ് ഉണ്ട്. ഈവൻ റെഗുലർ ഐസർ സ്റ്റുഡൻസ് തന്നെ ഒരുപാട് പേര് കോഡിങ് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യാം, ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കാൻ പറ്റും. ഫിനാൻസ് ഫീൽഡിൽ വരുന്നുണ്ട്, പിന്നെ വലിയ വലിയ ബാങ്കുകളിലൊക്കെ ഐസറിന് പഠിച്ചവർ US വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ IBM പോലത്തെ വലിയ വലിയ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നാസയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ISROയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോ ബേസിക്കലി ഇന്ന് വലിയ വലിയ കമ്പനികൾ നിങ്ങളെ സർട്ടിഫിക്കറ്റോ നിങ്ങളെ മാർക്കിലുപരി നിങ്ങളെ സ്കില്ലാണ് നോക്കുന്നത്. ഐസറിന് പഠിച്ചു ഇറങ്ങുന്ന ഏതൊരു സ്റ്റുഡന്റിനും ഉണ്ടാവുന്ന ഒരു മിനിമം സെറ്റ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. അത് വളരെ പ്രശ്നമാണ്. റഫീഖിന്റെ കോൺവെർസേഷൻ കേട്ടിട്ട് സയന്റിഫിക് ഇല്ലസ്ട്രേഷനിൽ ഒരു പാത്ത് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് ഒരാൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ട സെറ്റ് ഓഫ് സ്കിൽസ് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഓക്കെ, സയന്റിഫിക് ഇല്ലുസ്ട്രേഷനിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ആർട്ട്, ഡിസൈൻ, ഇല്ലുസ്ട്രേഷൻ, അതിനോട് നല്ലൊരു പാഷൻ വേണം. എങ്കിൽ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് സയൻസ് യൂസിങ് ദാറ്റ്. ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ അവർ നല്ലൊരു സക്സസ്ഫുൾ സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റർ ആവാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റിസർച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. അതായത് ഇപ്പൊ ഒരു റിസർച്ച് ലാബിൽ ഒരു സയന്റിസ്റ്റ് മെസ്സേജ് അയക്കാണ് ലിങ്ക്ഡിനിൽ, ഐ വാണ്ട് ടു ഡ്രോ ദിസ് ഇല്ലുസ്ട്രേഷൻ, ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരിക. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് എന്താ പറയാ, ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ട് അവരുടെ റിസർച്ച് എന്താണ്, അവരെന്തൊക്കെയാണ് ചെയ്തത്, എന്താണ് ഡ്രോയിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, എന്ത് ഡ്രോയിങ്ങിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ട എന്നൊക്കെ ഡിസിഷൻ അവിടെയാണ് എടുക്കുന്നത്. അപ്പൊ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അവര് റിസർച്ച് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ റിസർച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് സയൻസിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം നിർബന്ധമാണ്. ചിലർ പറയും അത് ആവശ്യമില്ല, പക്ഷെ അത് ഭയങ്കര സ്ട്രഗ്ലിംഗ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് ആക്ച്വലി സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റർ ആക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റർ. അതെ, ഏതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റർ അറ്റ്ലീസ്റ്റ് ഒരു മാസ്റ്റേഴ്സ് എങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ്. പക്ഷെ ഹൈലി പ്രിഫേർഡ് മാസ്റ്റേഴ്സ് ഒരുപാട് പേര് PhD കഴിഞ്ഞിട്ട് തന്നെ സയന്റിഫിക് ഇല്ലുസ്ട്രേറ്റേഴ്സ് ആയി വർക്ക് ചെയ്യുന്നവരുണ്ട്, PhD പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞിട്ട്. അപ്പോ ഒന്ന്
നിങ്ങളെ ഡ്രോയിങ് സ്കിൽസ് അടിപൊളിയാക്കുക, ഗ്രാഫിക് ഡിസൈനിങ് സ്കിൽസ്, 3D ഇല്ലുസ്ട്രേഷൻ, പറ്റുമെങ്കിൽ അനിമേഷൻ പഠിക്കുക, വീഡിയോ എഡിറ്റിംഗ് കുറച്ച് പഠിക്കുക. ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു നല്ലൊരു സ്കിന്റിഫിക് ഇല്ലുസ്ട്രേറ്റർ ആവാൻ പറ്റുക. പിന്നെ നമ്മൾ അക്കാഡമിയിൽ നമ്മൾ റെഗുലർ ആയിട്ട് വർക്ക്ഷോപ്സ് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പോ ഒരു കോഴ്സിലൂടെ പോയി ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാം. റഫീഖ് മാവൂർ എന്നാണ് ലിങ്ക്ഡിനിലും ട്വിറ്ററിലും യു ക്യാൻ മെസ്സേജ്. റഫീഖ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള 2016 അതായത് ഏകദേശം ഇപ്പൊ ഒരു 8 വർഷം കഴിഞ്ഞു ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം. അപ്പൊ ആ ഒരു ബാച്ചുകളിൽ PhDക്ക് പോകുന്ന ആൾക്കാർ തന്നെയായിരിക്കും കൂടുതൽ. പക്ഷെ അതല്ലാതെ തന്നെയും ഒരുപാട് ഡിഫറെന്റ് കരിയേഴ്സിലേക്ക് പോയ ആൾക്കാരെ റഫീഖിക്ക് എന്തായാലും കോൺടാക്റ്റിൽ ഉണ്ടാവും. പലപ്പോഴും നമ്മുടെ ഈ ചാനലിൽ കാണുന്ന പാരന്റ്സും അതുപോലെ തന്നെ ഐസർ ആസ്പിറൻസും വിചാരിച്ചതെന്ന് പറയുന്നത് PhD മാത്രമേ ഐസർ കഴിഞ്ഞാൽ ഒരു കരിയർ ഉള്ളൂ എന്നാണ്. അങ്ങനത്തെ പാരന്റ്സിനോടും കുട്ടികളോടും റഫീഖയ്ക്ക് എന്താണ് പറയുന്നത്? അതായത് ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള കരിയർ ഐസറിന് ശേഷം ഉണ്ട് എന്നാണ്. ഐസറിന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്കിൽസ് എന്ന് പറഞ്ഞാൽ റിസർച്ച് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, ഒരു എക്സ്പെരിമെന്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, റിസർച്ച് പേപ്പർ എങ്ങനെ അനലൈസ് ചെയ്യാം, ഒരു പുതിയ റിസർച്ച് പ്രോബ്ലം എടുത്ത് എങ്ങനെ അതിലൊരു എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്ത് നമ്മളെ സ്റ്റഡീസ് കൊണ്ടുപോകാം, ഇങ്ങനത്തെ സ്കിൽസ് ആണ്. അപ്പൊ ഞാൻ പേഴ്സണലി അതുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്റെ ഇല്ലുസ്ട്രേഷൻ ഡിസൈൻ സ്കിൽസ് ആണ്. അപ്പോ ഐ ബിക്കം വെരി യുണീക്ക്, റൈറ്റ്? അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പാഷനോ വേറെ എന്തെങ്കിലും ഐഡിയാസോ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങളെ റിസർച്ച് സ്കില്ലുമായിട്ട് കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ കോഡിങ്ങിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആണെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്ത് അതിൽ മാസ്റ്റർ ആയാൽ നിങ്ങളെ ആവശ്യമുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ടാവും. കാരണം എന്താണ്, ആ റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെയാണ് യു ബിക്കം ഇർറിപ്ലേസബിൾ ഓർ യു ബിക്കം വെരി യുണീക്, യു ബിക്കം someone who is very much എന്താ പറയാ വെരി റയർ ടു ഫൈൻഡ് ഇൻ ദ ജോബ് മാർക്കറ്റ്. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ഇന്ന് എന്ന് പറഞ്ഞാൽ വേൾഡ് ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒരു അതർ സ്കില്ലും കൂടി കമ്പൈൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇന്ന് എല്ലാ ഓപ്പർച്യൂണിറ്റികളും കൂടാണ്. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ്, ഞാനൊരു ജനറലി പറയാണ്, വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കില്ലാണ്. സയൻസും വീഡിയോ എഡിറ്റിംഗ് സ്കിൽസും കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു നല്ലൊരു സയൻസ് വീഡിയോ കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നാഷണൽ ജിയോഗ്രാഫി, ഡിസ്കവറി ഇങ്ങനത്തെ ലീഡിംഗ് ആയിട്ടുള്ള സയൻസ് ഡോക്യുമെന്ററി ചാനലുകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് ജോയിൻ ചെയ്യാം. അതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ബാച്ച്മേറ്റ്സിൽ ആസ്ട്രോഫിസിക്സിൽ PhD കഴിഞ്ഞ ഒരാളുണ്ട്. അവൻ ജോയിൻ ചെയ്ത ഒരു ഫിനാൻസ് ഒരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അമേരിക്കയിൽ. അപ്പൊ അവന്റെ ഡാറ്റ അനാലിസിസ് സ്കില്ലാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവൻ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്താണ്, ഫിനാൻസ് ആണ്, ടോട്ടലി അൺറിലേറ്റഡ് ആണ്. അതുപോലെ IT ഫീൽഡിൽ IBM പോലത്തെ കമ്പ്യൂട്ടർ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവരുടെ ചിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഫിസിക്സ് ക്വാണ്ടം മെക്കാനിക്സിൽ PhD ചെയ്ത ഒരു ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്താ പറയാ, ഒരുപാട് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ സ്കിൽസ് പിക്കപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങളെ റെഗുലർ സ്കിൽസ് വെച്ച് തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ ജസ്റ്റ് PhD മാത്രമല്ല, ഈവൻ ഐസർ പൂനെ പോലത്തെ ചില ഐസറുകളിൽ പ്ലേസ്മെന്റ് സെല്ലുകൾ ഉണ്ട്. അവിടെ കമ്പനികൾ വരുന്നുണ്ട്, അവര് സ്റ്റുഡൻസിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല സ്കില്ലും കാര്യങ്ങളും കമ്പനി ഹാപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ജോബ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ വരുന്ന കമ്പനി ഫോർ എക്സാമ്പിൾ ടാറ്റ കൺസൾട്ടൻസി, അവര് വന്നിരുന്നു. അവർക്ക് ബയോളജി റിലേറ്റഡ് റിസർച്ച് പ്രൊജക്ടുകൾ ഉണ്ട്. അപ്പൊ പൈത്തൺ പോലത്തെ ലാംഗ്വേജ് അറിയുന്ന ബയോളജി ഗ്രാജുവേറ്റ്സിനെ അവർ നോക്കിയിരുന്നു. അപ്പൊ അതൊക്കെ യുണീക്ക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പൊ അത് ഐസറിന് അത് ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. റഫീഖ് ഇപ്പൊ ജോബിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം 5 മാസമായി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സൈഡ് ആർട്ട് ഏകദേശം സൈഡ് ആർട്ടിലെ വർക്ക്ഷോപ്പ് ഏകദേശം 2000 കുട്ടികളിലധികം ഇപ്പൊ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് സൈഡ് ആർട്ടിന്റെ ഇനിയും മുന്നിലേക്കുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് വിഷൻ ആൻഡ് മിഷൻ ഓഫ് സൈഡ് ആർട്ട് എന്ന് ചോദിച്ചാൽ? സൈഡ് ആർട്ട് അക്കാഡമിന്റെ ഓഫീസിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. ഇത് ഒരു ന്യൂ ഓഫീസ് സ്പേസ് ടീം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോ കറന്റ്ലി ഇതിന്റെ പിന്നിലുള്ള ഒരു ഐഡിയ എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു ഡോറിലൂടെ പോകുമ്പോൾ പുതിയ ഡോറുകൾ ഓപ്പൺ ആവും, പുതിയ ഐഡിയാസ് വരും. അങ്ങനെ ഈ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തതിലൂടെ ഞാൻ പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓൺലൈനിലായിട്ട് റിസർച്ചേഴ്സിന് എങ്ങനെ ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് ഒരു ഇറ്റ് വാസ് എ ഹാർഡ് പ്രോബ്ലം. ലൈക്ക് റിസർച്ചേഴ്സിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ്. അവർക്ക് അപ്സ്കില്ലിങ്ങിന് ടൈം ഇല്ല. അവർക്ക് ഓരോ എക്സ്പെരിമെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ
അക്കാഡമിക് ഡ്യൂട്ടീസ് ഉണ്ടാവും, പ്രസന്റേഷൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് കൺവീനിയന്റ് ആയിട്ട് എങ്ങനെ നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാം, അതൊരു ചലഞ്ച് ആയിരുന്നു. അത് നമ്മൾ നന്നായിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈവൻ എന്താ പറയാ, ഏതൊരു ഫീൽഡിൽ നിന്നും ഒരു എക്സ്പേർട്ടിനെ അവരുടെ സ്കില്ല് എങ്ങനെ റിസർച്ചേഴ്സിന് കൊടുക്കാം. ഇപ്പൊ ഞാൻ സയന്റിഫിക് ഇല്ലുസ്ട്രേഷൻ ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത സിസ്റ്റംസ്, ഫോർമാറ്റ്, വർക്ക്ഫ്ലോ, ഇതെല്ലാം വേറൊരു റിസർച്ചറിന് കൊടുക്കുക. അപ്പൊ ആ റിസർച്ചറിനോട് പറയാം നിങ്ങൾക്കുള്ള സ്കിൽ എന്താണ്, അത് പഠിക്കാൻ ഒരുപാട് റിസർച്ചേഴ്സ് വെയിറ്റിംഗ് ആണ്. അതാ പൈത്തൺ ആവാം, എക്സ്പെരിമെന്റ് സ്കിൽസ് ആവാം, മാസ് സ്പെക്ട്രോസ്കോപ്പി, NMR, പിന്നെ അതുപോലെ ഗോഷ്യൻ, ഒരുപാട് സ്കിൽസ് ഉണ്ട്, ഡ്രഗ് ഡിസൈനിങ്, അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ അക്കാഡമിക് സ്പേസിൽ ഒരു പഠിക്കാൻ താല്പര്യമുള്ള ഒരുപാട് റിസർച്ചേഴ്സ് ഉണ്ട്. അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ഇല്ല, മെന്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ നമ്മൾ ലോങ് ടൈം വിഷൻ അതാണ്, റിസർച്ചേഴ്സ് പല സ്കില്ലുള്ള റിസർച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം കൊടുക്കുക, അവർക്ക് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുക. അവരുടേതായിട്ടുള്ള പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് അവരുടെ ഓഡിയൻസിലേക്ക് അവരുടെ സ്കില്ല് എത്തിക്കുക. അതിനുള്ള പ്ലാറ്റ്ഫോം, ടെക്നോളജി, സപ്പോർട്ട്, ടീം എല്ലാം നമ്മൾ കൊടുക്കുക. അതാണ് സൈഡാർട്ടിന്റെ ഫ്യൂച്ചർ ഗോൾ. അതായത് അക്കാഡമിക് സ്പേസിൽ ലേണിംഗ് ആൻഡ് അപ് സ്കില്ലിങ്ങിന് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളതാണ് നമ്മളെ ലോങ് ടൈം വിഷൻ. നമ്മളുടെ ഈ കോൺവെർസേഷൻ കേട്ടോണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഐസർ ആസ്പിരൻസും അതുപോലെ അവരുടെ പാരന്റ്സും ആയിരിക്കും. അപ്പോൾ പല ആസ്പിരൻസിനുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഐസറിന് ഗ്രാജുവേറ്റഡ് ആയ പിന്നെ റിസർച്ച് മാത്രമേ ഉള്ളൂ. അപ്പം റിസർച്ചിൽ ഭയങ്കര പാഷനേറ്റഡ് ആണോ ഇല്ലേ എന്നുള്ളത് ഇപ്പൊ +1 +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഭയങ്കര ഷുവർ ഒന്നുമല്ല. അങ്ങനെ ഷുവർ അല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീനോട് പറയാനുള്ള ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്താണ്? ആ ഒരു കുട്ടി ഐസറിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഐസർ ചൂസ് ചെയ്യുമ്പോൾ ഐസർ ബെസ്റ്റ് ഓപ്ഷൻ അല്ലാത്ത കുറെ പേരുണ്ട്. അത് ഐ ക്യാൻ ഓപ്പൺലി സേ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് സൂട്ടബിൾ അല്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറിലോ ഒരു ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്തരുത്. കാരണം നിങ്ങൾ അവിടെ അഡാപ്റ്റ് ആവാൻ ബുദ്ധിമുട്ടും. അപ്പോൾ എനിക്ക് ഏർലി സ്റ്റേജിൽ ഐസറിൽ ജോയിൻ ചെയ്തപ്പോൾ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അലോങ് ദ വേ റൈറ്റ് സ്കിൽസും കാര്യങ്ങളും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ എന്താ പറയാ, മെന്റർഷിപ്പ് ഓരോരുത്തരിൽ നിന്നുള്ള ഹെൽപ്പൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ ഫിറ്റ് ആയിപ്പോയി. അപ്പോൾ ഐസർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നല്ല ഹൈ പേയിങ് ആയിട്ടുള്ള ഒരു ജോബോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കരിയർ ബിൽഡ് ചെയ്യാനോ ഉള്ള ഒരു ഓപ്ഷൻ അല്ല. ഇറ്റ് ടേക്സ് ടൈം. ഈവൻ ഞാൻ 8 വർഷമായിട്ട് വർക്കിംഗ് ആണ്. ഇപ്പോഴാണ് എന്താ പറയാ നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി സംതിങ് ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു സ്കില്ലും എക്സ്പീരിയൻസും ഒക്കെ കിട്ടിയത്. ഇപ്പോൾ അൺലൈക്ക് എഞ്ചിനീയറിംഗ് ജോബ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ സയൻസിൽ IIT പോയിട്ട് ഒരു ബിടെക് എടുത്താൽ റൈറ്റ് ആഫ്റ്റർ ഗ്രാജുവേഷൻ യു ക്യാൻ ഗോ ടു റെപ്യൂട്ടഡ് കമ്പനീസ് ആൻഡ് വർക്ക്. ഐസർ എന്ന് പറഞ്ഞാല് ടൈം എടുക്കും. ഈവൻ ആഫ്റ്റർ ഗ്രാജുവേഷൻ നമ്മൾ ചിലപ്പോൾ റിസർച്ച് ലാബുകളിലോ അല്ലെങ്കിൽ കമ്പനികളിലോ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച്, പക്ഷെ അവിടെ ഇൻവാല്യുബിൾ ആയിട്ട് മാറുന്നത് നമ്മൾ ആ റിസർച്ച് എക്സ്പീരിയൻസ് ആണ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്വിച്ച് ചെയ്തപ്പോൾ അവിടുന്ന് പഠിച്ച ഓരോരോ സ്കില്ലുണ്ട്. അപ്പൊ അതെല്ലാം കൾമിനേറ്റ് ചെയ്തിട്ട് ഒരു യുണീക്ക് സെറ്റ് ഓഫ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നോവോ നോഡിസ്കിൽ പെട്ടെന്ന് എന്നെ ഹയർ ചെയ്തത്. കാരണം അത് യുണീക്കാണ്, അത് ഓൾമോസ്റ്റ് ഹാർഡ് ടു ഫൈൻഡ്, ലൈക്ക് ആ ഒരു സെറ്റ് ഓഫ് സ്കിൽസ് എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾ ആ ഒരു ജേർണി എൻജോയ് ചെയ്യുന്ന ആളായിരിക്കണം. നിങ്ങളുടേതായിട്ടുള്ള പാഷൻ, ആ ഒരു കരിയർ ബിൽഡിങ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫീൽഡിലേക്ക് എത്താം. ഫസ്റ്റ് ഓഫ് ഓൾ ഡോണ്ട് ലുക്ക് ഫോർ എ വെരി ഫാസ്റ്റ് journey towards your a well-paying job, something like that. പിന്നെ എന്ന് പറഞ്ഞാല് ഐസർ തരുന്ന യുണീക് സെറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പീരിയൻസ് അത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും എനിക്ക് തോന്നുന്നു തരാൻ പറ്റില്ല. കാരണം ആ ഒരു ഗോളിലാണ് ഐസർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള എക്സ്പോഷർ, ഫാക്കൽറ്റീസ്, അവിടെയുള്ള ഇൻസ്ട്രുമെന്റ്സ്, എക്സ്പെരിമെന്റൽ ഇൻസ്ട്രുമെന്റ്സ്, അതൊക്കെ പറഞ്ഞാൽ ഭയങ്കര വാല്യൂബിൾ ആണ്. ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ലാത്ത എക്സ്പെരിമെന്റൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഐസറുകളിലുണ്ട്. അതാണ് ഐസറിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. റിസർച്ച് ഒരു വേൾഡ് ക്ലാസ് സയന്റിസ്റ്റ് ആവാനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഐസറിലുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ കാണേണ്ടത്. ആ ഒരു എക്സ്പീരിയൻസ്, സ്കിൽ ഡെവലപ്മെന്റിനുള്ള അറ്റ്മോസ്ഫിയർ, നിങ്ങൾ ഒരു കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് മാറാൻ പ്രിപ്പയർ ഫോർ ലൈഫ് റാദർ ദാൻ പ്രിപ്പയർ ഫോർ എ ജോബ്. അതാണ്. അപ്പോൾ സയൻസിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഐസറിലേക്ക് വരാം. അതായത് റിസർച്ച് വേണോ വേണ്ടെന്നൊക്കെ ഐസറിന്റെ അകത്ത് നിന്ന് തന്നെ ഫിഗർ ഔട്ട് ചെയ്തിട്ട്, റിസർച്ച് ആണെന്നുണ്ടെങ്കിൽ അക്കാഡമിയ റിസർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഐസറിന് നമുക്ക് ഗെയിൻ ചെയ്യുന്ന സ്കിൽ സെറ്റ് വെച്ചിട്ട്
കിട്ടാവുന്നതാണ് എന്നാണ് ഇന്നൊരു ടേക്ക് അവേ എന്ന് പറയുന്നത്. അതെ, അമിത് പറഞ്ഞ നല്ലൊരു പോയിന്റ് ആണ്. സയൻസ് എൻജോയ് ചെയ്യണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അത് എനിക്ക് പേഴ്സണലി സയൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലാബിൽ പോയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുക, രാത്രി നമ്മള് കെമിസ്ട്രി ലാബിലൊക്കെ ഈവൻ 7 മണി 8 മണി 9 മണി വരെയൊക്കെ വർക്ക് ചെയ്ത റെഗുലർ ലാബിൽ, റിസർച്ച് ലാബല്ല, ടൈംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. അതാണ് നമുക്ക് എന്താ പറയുക, ആ കോഴ്സ് ഫിനിഷ് ചെയ്യാനുള്ള ഒരു എനർജി, പാഷനൊക്കെ കിട്ടിയത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സയൻസ് ഇഷ്ടമില്ലാതെ ഓക്കെ ഒരു എന്താ പറയാ നല്ല ജോബിലേക്ക് പോവാന്ന് പറഞ്ഞ് ഐസറിൽ എത്തിപ്പെട്ടാൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ് സർവൈവ് ചെയ്യാൻ. ഇപ്പൊ പിന്നെ വേറെ കുട്ടികൾ വിചാരിക്കുന്ന ഈ ഐസറിന്റെ റെപ്യൂട്ടേഷൻ കാരണം മാത്രം ഐസറിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നത്. അതും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അതായത് സയൻസിനോട് വലിയ ഇഷ്ടമൊന്നുമില്ലാതെ റെപ്യൂട്ടേഷൻ മാത്രം കണ്ട് ഐസറിലേക്ക് വരുന്നതും ചിലപ്പോൾ ഒരു ഹാർഡ് ടൈം ആയിരിക്കും. അതെ, ഐസർ എന്നല്ല, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടായാലും IIT-കളായാലും NIT-കളായാലും നിങ്ങൾ അവിടെ പോയി പഠിക്കുന്ന കാര്യം എന്താണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അത് എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതൊരു ടഫ് ജേണി ആയിരിക്കും, ടഫ് ബാറ്റിലായിരിക്കും, എവറി ഡേ ടഫ് ബാറ്റിലായിരിക്കും. പക്ഷെ നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യു ആർ ഹാപ്പി ബിക്കോസ് യു ആർ ലേണിംഗ് സയൻസ്, യു ആർ ലേണിംഗ് റിസർച്ച്. ഐസർ ആസ്പിറൻസ് ആണ് ഈ ചാനലിലെ മെജോറിറ്റി ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും പല ആളുകൾ ചോദിച്ച ചോദ്യമാണ് ഐസറിന് ശേഷമുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണുള്ളത്. അപ്പൊ ഞാൻ ഒരുപാട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അക്കാഡമിയ പോയ ആൾക്കാര്, അതുപോലെ UPSC പോയ ആൾക്കാര്. ഇപ്പൊ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു വഴിയാണ് റഫീഖ തെരഞ്ഞെടുത്തത്. അപ്പം എന്താണ് സയന്റിഫിക് ഇല്ലസ്ട്രേഷൻ എന്നും സയന്റിഫിക് ഇല്ലസ്ട്രേഷനിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നൊക്കെ ഒരുപാട് സമയം എടുത്ത് റഫീഖ പറഞ്ഞു തന്നു. റഫീഖന്റെ വാല്യൂബിൾ ടൈമിന് വളരെയധികം നന്ദി. അപ്പോൾ റഫീഖ സ്വപ്നം കാണുന്നത് പോലെ സൈഡ് ആർട്ട് അക്കാഡമി ഒരു വലിയ പ്ലാറ്റ്ഫോം ആയിട്ട് മാറട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.